തായ്വാൻ കടലിടുക്കിൽ യുദ്ധകാഹളം മുഴങ്ങുന്നു. തായ്വാന് വളഞ്ഞ് ചൈന തങ്ങളുടെ വമ്പൻ സൈനിക വ്യൂഹത്തെ അവിടെ വിന്യസിച്ചു കഴിഞ്ഞു. ഏത് നിമിഷവും ഒരു സംഘർഷമുണ്ടാകാം എന്ന ഭീതിയിലാണ് ലോകം. ജസ്റ്റിസ് മിഷൻ 2025 എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനികാഭ്യാസം കേവലം ഒരു പരിശീലനമല്ല, മറിച്ച് തായ്വാനുള്ള കടുത്ത മുന്നറിയിപ്പാണെന്ന് ചൈന വ്യക്തമാക്കുന്നു. കരനാവിക വ്യോമസേനകൾക്കൊപ്പം ചൈനയുടെ റോക്കറ്റ് ഫോഴ്സും ഈ നീക്കത്തിൽ പങ്കുചേരുന്നുണ്ട്. തായ്വാന് ചുറ്റുമുള്ള 5 പ്രധാന മേഖലകളിൽ കടൽ മാർഗവും വ്യോമമാർഗവും ചൈന ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു. നാളെ രാവിലെ മുതൽ ഈ മേഖലകളിൽ ഫയറിംഗ് ഡ്രില്ലുകൾ നടത്താനാണ് ബീജിംഗിന്റെ തീരുമാനം. അടുത്തിടെ അമേരിക്ക തായ്വാന് $11 ബില്യൺ ആയുധങ്ങൾ കൈമാറാൻ തീരുമാനിച്ചതും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി തായ്വാന് പിന്തുണ പ്രഖ്യാപിച്ചതുമാണ് ചൈനയെ പ്രകോപിപ്പിച്ചത്. തായ്വാന്റെ സ്വയം ഭരണാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ചൈന ഇതിനെ കാണുന്നത്. എന്നാൽ ചൈനയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് തായ്വാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തങ്ങളുടെ സൈന്യത്തെയും പ്രതിരോധ സംവിധാനങ്ങളെയും അതിർത്തികളിൽ വിന്യസിച്ച തായ്വാൻ ചൈനയുടേത് വെറുമൊരു പ്രകോപനം മാത്രമല്ല, മേഖലയിലെ സമാധാനം തകർക്കാനുള്ള നീക്കമാണെന്നും കുറ്റപ്പെടുത്തി. ലോകത്തിലെ 2 കരുത്തർ നേർക്കുനേർ നിൽക്കുമ്പോൾ അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ വഴിമാറുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. വരും മണിക്കൂറുകൾ തായ്വാന്റെ ഒപ്പം ലോകത്തിന്റെ വിധി നിർണ്ണയിക്കുന്നതാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.